ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു മത്സ്യത്തിന്റെ ചിത്രം വരച്ച് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. ഏതെല്ലാമാണ് മക്കളെ മത്സ്യത്തിന്റെ ഭാഗങ്ങൾ അഥവാ പാർട്സ് ഓഫ് ഫിഷ്? ഏതെല്ലാമാണ്? ഒരു മത്സ്യത്തിന് എന്തെല്ലാം ഭാഗങ്ങളാണ് ഉള്ളത്? ചിറകുണ്ട്, ചെതുമ്പലുണ്ട്, വാലുണ്ട്, ചെകിളപ്പൂക്കളുണ്ട്, അതുപോലെ വായുണ്ട്, കണ്ണുണ്ട്. ഇതെല്ലാം മത്സ്യത്തിന്റെ ഭാഗങ്ങളാണ് അല്ലെ. ചിറകിന് എന്താ പറയാ നമ്മൾ ഇംഗ്ലീഷില്? ഫിൻ. ചെതുമ്പലിന് സ്കെയിൽസ്. അതിന്റെ ശരീരത്തിൽ ആകെ ചെതുമ്പൽ ഉണ്ടാവും അല്ലെ, അതിന് നമ്മൾ പറയുന്ന പേര് സ്കെയിൽസ്. ദെൻ മത്സ്യത്തിന്റെ വാലിന് എന്ത് പറയും? ടെയിൽ. ദെൻ അതിന്റെ ചെകിളപ്പൂക്കൾക്ക് ഗിൽസ്. ദെൻ വായക്ക് മൗത്ത്. ദെൻ കണ്ണിന് ഐസ്. വാട്ട് ആർ ദ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഫിഷ് ദാറ്റ് ഹെൽപ് ടു ലിവ് ഇൻ വാട്ടർ? ജലത്തിൽ സഞ്ചരിക്കാൻ സഹായകമായ എന്തൊക്കെ പ്രത്യേകതകളാണ് മത്സ്യത്തിനുള്ളത്? എന്തെല്ലാം പ്രത്യേകതകളാണ് മത്സ്യത്തിനുള്ളത്? മത്സ്യത്തിന് ചിറകുകളും വാലുകളും ഉണ്ട് അല്ലേ നീന്താനേ. അപ്പൊ നമുക്കത് ഇങ്ങനെ പറയാം: ദ ഫിൻസ് ആൻഡ് ടെയിൽ ഓഫ് ദ ഫിഷ് ഹെൽപ്പ് സ്വിമ്മിങ് ഇൻ വാട്ടർ. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളും വാലുകളും. സെക്കൻഡ് വൺ, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം. ദ സ്ലിപ്പറി ബോഡി ഓഫ് എ ഫിഷ് ഹെൽപ്പ് ടു മൂവ് ഇൻ വാട്ടർ. Then the boat-like shaped body is more suitable to move in water. തോണിയതേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. boat-like shaped body. സ്ലിപ്പറി ബോഡി ഓഫ് നേച്ചറും അതുപോലെ boat-like shaped ബോഡിയും, തെന്നി നീങ്ങുന്ന വഴുവഴുപ്പുള്ള ശരീരവും അതുപോലെ ബോട്ട് പോലെ തോണിയുടേത് പോലുള്ള കൂർത്ത ശരീരാകൃതിയും മത്സ്യത്തെ എന്തിനു സഹായിക്കുന്നു? ടു മൂവ് ഇൻ വാട്ടർ. വെള്ളത്തിലൂടെ നീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. Then the fish can breathe in air in water. Then the scales arranged in row help the fish to move in water. സ്കെയിൽസ് ഉണ്ട് അല്ലേ മത്സ്യത്തിന്റെ ശരീരത്തിലാകെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ശൽക്കങ്ങൾ അഥവാ ചെതുമ്പൽ ഉണ്ട് അല്ലേ, അത് മത്സ്യത്തെ ജലത്തിൽ സഞ്ചരിക്കാന് സഹായിക്കുന്നു. ഫിഷ് പഠിച്ചിട്ടുണ്ട് അല്ലെ, സ്കെയിൽസ് പഠിച്ചിട്ടുണ്ട്, ഫിൻ പഠിച്ചിട്ടുണ്ട്, ടെയിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ എന്താണ് മത്സ്യത്തിന്റെ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം മത്സ്യത്തിനെ നീന്താൻ, വെള്ളത്തിൽ ജീവിക്കുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സെറോഫൈറ്റേഴ്സ്. എന്താ മക്കളെ സെറോഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? മരുരൂഹങ്ങൾ അല്ലെ. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഡെസേർട്ടിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സിന്, മരുഭൂമിയിൽ ഉണ്ടാവുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് സെറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട്, മരുഭൂമിയിലെ സസ്യങ്ങളെയാണ് സെറോഫൈറ്റ്സ് അഥവാ മരുരൂഹങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്? എന്തെല്ലാമാണ് സെറോഫൈറ്റേഴ്സിന്റെ പ്രത്യേകതകള്? These plants may have leaves or small leaves or thorns. ഇങ്ങനെയുള്ള സസ്യങ്ങളെ ഇല ഇല്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുള്ളതോ ആയ സസ്യങ്ങളായിരിക്കും. ചില സസ്യങ്ങൾക്ക് ഒരു പക്ഷേ ഇലകൾ ഉണ്ടാവില്ല, ചില സസ്യങ്ങൾക്ക് ചെറിയ ഇലകളായിരിക്കും, ചിലതിന് മുള്ളു മാത്രം ഉള്ളതും അതുപോലെ മുള്ളും ഇലകളുള്ളതുമായിട്ടുള്ള സസ്യങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് മരുരൂഹങ്ങൾ അഥവാ സെറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് ഇതിന്റെ തണ്ടിന്റെ പ്രത്യേകതകള്? What are the features of stem? Thick and green, can store water, have a waxy coating. ഇതിന്റെ സ്റ്റെം എങ്ങനെയുള്ളതായിരിക്കും? തിക്ക് ആൻഡ് ഗ്രീൻ, നല്ല കട്ടിയുള്ളതായിരിക്കും, തിക്കായിരിക്കും, അതുപോലെ ഗ്രീൻ, നല്ല പച്ച നിറത്തിലായിരിക്കും. Then it can store water. അതിന് എന്ത് കഴിയും? it can store water. വെള്ളം സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, ജലം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. ഹാവ് എ വാക്സി കോട്ടിംഗ്. പിന്നെ എന്തുണ്ട്? ഇതിന്റെ തണ്ടിനെല്ലാം, ഇതിന്റെ സ്റ്റെമ്മിനെല്ലാം മെഴുക് പോലെയുള്ള ആവരണമുണ്ട്. കനമുള്ളതും പച്ച നിറത്തിലുള്ളതുമായിരിക്കും തണ്ടുകള്. ജലം സംഭരിച്ചു വെക്കാൻ കഴിവുണ്ട്. മെഴുക് പോലെ ആവരണമുണ്ട്. ദെൻ എന്തിനാണ് ഇങ്ങനെ ഒരു മെഴുക് പോലുള്ള ആവരണം?
the waxy coating prevent water loss. ഈ waxy coating മെഴുകുപോലുള്ള ആവരണം പ്രിവെന്റ് അത് തടയുന്നു വാട്ടർ ലോസ് ജലനഷ്ടം തടയുന്നു. അതായത് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത് തടഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ടാണ്. തണ്ടില് നിറയെ വെള്ളമാണ് നമ്മൾ പറഞ്ഞു അല്ലെ. സ്റ്റെമ്മ് നിറയെ എന്താണ്, സ്റ്റെമ്മിന് ജലം സംഭരിക്കാനുള്ള കഴിവുണ്ട്, സ്റ്റെമ്മില് നിറയെ വാട്ടർ ആണ് നമ്മൾ പറഞ്ഞു. അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉപരിതലത്തിലൂടെ എന്ത് ചെയ്യുന്നത്, ഒരു വാക്സി കോട്ടിങ്, ഒരു മെഴുകു പോലുള്ള ആവരണം ഉള്ളത്. ഓക്കെ, then what are the features of its root? എന്തെല്ലാമാണ് ഇതിന്റെ വേരുകളുടെ പ്രത്യേകതകൾ? the deep root, അതിന്റെ വേരുകള് അബ്സോർബ്, ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് അബ്സോർബ് വാട്ടർ, അത് വെള്ളം വലിച്ചെടുക്കുന്നു. ഫ്രം ഗ്രേറ്റ് ഡെപ്ത്, ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഇതിന്റെ വേരുകള്, ഇവയുടെ വേരുകള് മണ്ണിലേക്ക് താഴ്ന്ന് ഇറങ്ങിക്കൊണ്ട് വളരെ ആഴത്തിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നു. ഡീപ്പ് റൂട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്, അതായത് ഇതിന്റെ വേരുകള് മണ്ണിലേക്ക് താഴ്ന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വളരെ ആഴത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു. അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം. എന്താ മക്കളെ അഡാപ്റ്റേഷൻ, അനുകൂലനം എന്ന് പറഞ്ഞാല്? Plants and animals have body features that help them survive in their specific environment. Anybody features that helps an organism survive in its environment is called adaptation. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഒരു ജീവിക്ക് തന്റെ വാസസ്ഥലത്തിന് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം എന്ന് പറയുന്നത്. ഓരോ ജീവിക്കും അവ താമസിക്കുന്ന താമസ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള, അവിടെ ജീവിക്കുന്നതിന് സഹായകമായിട്ടുള്ള അവരുടെ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡാപ്റ്റേഷൻ ഓഫ് ഫ്രോഗ്, ഫ്രോഗിന്റെ അഡാപ്റ്റേഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് തവളയുടെ അനുകൂലനം എന്തെല്ലാമാണ്? ദ ഫ്രോഗ് ക്യാൻ ബ്രീത്ത് through the skin while in water and it can breathe through the nostrils while on land. അതായത് തവളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവക്ക് കരയിലും ജലത്തിലും ശ്വസിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് വൺ, ദ ഫ്രോഗ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ സ്കിൻ വൈൽ ഇൻ വാട്ടർ, വെള്ളത്തിലാവുന്ന സമയത്ത് സ്കിന്നിലൂടെയാണ് അത് ശ്വസിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബ്രീത്ത്, അല്ലെങ്കിൽ ഫ്രോഗ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ നോസ്ട്രിൽസ് വൈൽ ഓൺ ലാൻഡ്, കരയിലാവുന്ന സമയത്തും അതിന് ശ്വസനം സാധ്യമാകുന്നു. Then third point, the slippery body and paddle like limbs help to move in water. അതിന്റെ വഴുവഴുപ്പുള്ള ശരീരം, സ്ലിപ്പറി ബോഡി എന്ന് പറഞ്ഞാല് വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും. അതിന് എങ്ങനെയുള്ള കാലുകളാണ്? പാഡിൽ ലൈക്ക് ലിംസ്, അതിന്റെ തുഴ പോലുള്ള കാലും അതിന് എന്തിനു സഹായിക്കുന്നു? ഹെൽപ് ടു മൂവ് ഇൻ വാട്ടർ, വെള്ളത്തിലൂടെ തുഴഞ്ഞ് നടക്കാൻ, വെള്ളത്തിലൂടെ നീന്താൻ സഹായിക്കുന്നു. തേർഡ് വൺ, ദ ലിംസ് ഹെൽപ്പ് ഇൻ ഇറ്റ് ടു ഹോപ്പ് ഓൺ ലാൻഡ്, നീളമുള്ള കാലുകള് കരയിൽ ചാടി ചാടി സഞ്ചരിക്കാനും തവളയെ സഹായിക്കുന്നു. The frog can breathe through the skin while in water and it can breathe through the nostrils while on land. തവളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയ്ക്ക് കരയിലും ജലത്തിലും ശ്വസിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Then the slippery body and paddle like limbs help to move in water. എന്താണ്? വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. Then the limbs help to hop on the land. അതിന്റെ നീളമുള്ള കാലുകളെ കരയിലെ ചാടി ചാടി സഞ്ചരിക്കാനും തവളയെ സഹായിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. എയ്ഡർ ഇൻഡിവിജ്വൽ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകളായിരിക്കും. കൂടാതെ ബേസ് ക്ലിയർ അല്ലാത്ത മക്കൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അറബി മലയാളം, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ബേസ് ക്ലിയർ ആക്കി കൊടുക്കുന്ന സെഷൻസുകളും ഉണ്ട്.
അതോടൊപ്പം തന്നെ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളുണ്ട്. മാത്സ്, ഹിന്ദി, അറബി തുടങ്ങിയ സബ്ജക്റ്റിന്റെ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. EK ആൻഡ് AP 2 സംസ്ഥയുടെയും മദ്രസ ട്യൂഷനുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ക്ലാസ് റൂം ആയിട്ടും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.